ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും പത്രമാറ്റിൻ്റെ അടുത്ത ആഴ്ചത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. പത്രമാറ്റ് സീരിയലിനെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാരും ഈ ഒരു പ്രൊമോ റിവ്യൂ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ദേവേനയാണെങ്കിൽ നയനോട് ചോദിക്കുകയാണ്, അനഘ പറഞ്ഞ അനന്തപുരിയിലെ കൊച്ചുമോൻ ആദർശ് അല്ലെങ്കിൽ പിന്നെ ആരാ മോളെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നയനാണെങ്കിൽ പറയാണ്, അത് വേറെ ആരുമില്ല അമ്മേ, അത് അഭിയാണെന്ന് പറയണം. അത് കേട്ട വശം തന്നെ ദേവേനെ ആകെ മൊത്തം ഷോക്കാവുകയാണ് കേട്ടോ. പിന്നീടാണെങ്കിൽ ദേവേനിക്ക് നല്ല രീതിയിൽ കുറ്റബോധം വരികയാണ്. കാരണം ആദർശിൻ്റെ ചെവിക്കല് നോക്കിയിട്ട് അടിക്കുകയും ചെയ്ത് കുറേ കുറ്റമൊക്കെ പറഞ്ഞല്ലേ. എന്നിട്ട് ആദർശിൻ്റെ അടുത്ത് വന്നിട്ട് കുറേ മാപ്പൊക്കെ പറയുന്നുണ്ട്. മോനെ എന്നോട് ക്ഷമിക്കട്ടോ, ഞാൻ അറിയാതെ ഇങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് ആദർശിൻ്റെ കവിളിലൊക്കെ തലോടാണ്. അങ്ങനെ അവർ വളരെയധികം സന്തോഷമായിട്ട് പോകാൻ കേട്ടോ. പക്ഷേ ഈ ജലജയ്ക്കും നവ്യയ്ക്കൊന്നും ഇതൊന്നും ഭയങ്കരമായിട്ട് ഇഷ്ടാവണില്ല. ജലജയും ജാനകിയാണെങ്കിൽ ദേവേനീനെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജലജയാണെങ്കിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ കുറേ ആയാലും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എനിക്ക് കരളെന്ന് ആരാന്നറിയോ? നിൽക്കണം നായനമോളാണ്, ഇവളാണ് എനിക്ക് ജീവൻ തന്നെ തിരിച്ചു തന്നത്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്ക്. നിങ്ങൾ വെറുതെ അവളെ കുറ്റം പറഞ്ഞ് നടക്കണല്ലോ, ഇനിയും തെളിയാനുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ എന്തായാലും ഇനി പറയണില്ല എന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിലുള്ള ഒരു ഭീഷണി സ്വരത്തോട് കൂടി സംസാരിക്കുകയാണ്. അതൊക്കെ കേൾക്കുമ്പോൾ ആകെ മൊത്തം ഷോക്കാവണം കേട്ടോ. അനാമികയൊക്കെ ആണെങ്കിൽ ആകെ ഞെട്ടിയിരിക്കുകയാണ്. കാരണം നായനാണ് കരൽ കൊടുത്തെന്നുള്ളൊരു വിവരമാണല്ലോ അറിഞ്ഞത്. പിന്നീട് നമ്മുടെ ആദർശ് നായനെയും ചന്തുമോളൊക്കെ എടുത്തിട്ട് പുറത്തേക്കൊക്കെ കണ്ട് പോവുകയാണ്. അത് കാണുമ്പോൾ നവ്യയ്ക്ക് നല്ല രീതിയിൽ കുശുമ്പൂത്തിട്ട് ഇങ്ങനെ നോക്കണതൊക്കെയാണ് അടുത്ത ആഴ്ച ഒരു പ്രൊമോ റിവ്യൂവിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ ചുരുക്കി പറഞ്ഞാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പോണേ കൂട്ടുകാരെ. ആരും അങ്ങനെ ലൈക്ക് അടിക്കുന്നില്ല.